യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻ്റെ പ്രഗ്നൻസി ജേർണീനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തവണത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പീരീഡ് ആണ് കേട്ടോ. അതായത് ആഫ്റ്റർ ഡെലിവറി എന്താണ് നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ 2 പ്രഗ്നൻസിയും നോർമൽ ഡെലിവറി ആയിരുന്നു. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റത്തേനേക്കാളും കുറച്ചുകൂടി ഞാൻ എൻജോയ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിരുന്നത് സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു എന്നുള്ളത്. അത് ഫിസിക്കലി എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ. പക്ഷേ എന്താ പറയുക, നമുക്ക് നോർമലി ഒരു പ്രഗ്നൻ്റ് ആയ ആളുകൾക്ക് ഉണ്ടാവുന്ന എന്താ പറയുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പുറമേദന, ചിലപ്പോൾ എന്താ പറയുക മസിൽസ് പെയിനൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇല്ല, അതൊക്കെ ജസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് എനിക്കൊരിക്കലും ആ ഒരു പ്രഗ്നൻസി ഹെവി ആയിട്ട് എൻ്റെ ബോഡീനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെൻ്റലി നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു പീരീഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ പേടി വേണ്ട, നമ്മൾ കെയർ ചെയ്താൽ മതി, ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. പുറത്തോട്ട് ബേബി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുന്നതും എന്താ പറയുക കെയർ ചെയ്യുന്നതൊക്കെ വളരെ ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. സോ പോസ്റ്റ്മോർട്ടം പീരീഡിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്ട്രെസ് കൂടിയ ഒരു ടൈമായിരിക്കും ഫസ്റ്റത്തെ കുറച്ച് വീക്സ് എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം പീരീഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ബേബി കെയറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ ഫീഡിങ് ചെയ്യുന്നത് മുതൽ നമുക്ക് ടെൻഷനാണ്. പ്രോപ്പറായിട്ട് ഫീഡിങ് നടക്കുന്നില്ല, അതുപോലെ തന്നെ കുട്ടി എന്താ പറയുക യൂറിനേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും കേട്ടോ നമ്മൾ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്താ പറയുക നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ എന്താ പറയുക കുട്ടിയുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അത് എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഒരിക്കലും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആസ് എ മദർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം പീരീഡ് മുന്നോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ എങ്ങനെ ഹാപ്പിയാക്കി വെച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ മോൾക്ക് എന്താ പറയുക മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 13 ദിവസം ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷമാണ് കേട്ടോ ഡിസ്ചാർജ് ആയത്. അതായത് എന്നെ ഒരു 4ൻ്റെ അന്നൊക്കെ ഡിസ്ചാർജ് ചെയ്തു. മോൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന കാരണം 13 ദിവസം അവിടെ കിടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പീരീഡ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഒരു ഫീലായിരുന്നു. സെക്കൻഡ് ഡെലിവറി ആയപ്പോൾ ഇതേപോലെ മോന് ചെറുതായിട്ട് ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു 3 ഡേയ്സ് കിടന്നു. ഞാനൊരു 6ൻ്റെ അന്നെങ്ങാണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള മദേഴ്സിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്ട്രഗിൾ വരുന്നത് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടീനെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ എന്താ പറയുക പാല് നന്നായിട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഡെലിവറി കഴിഞ്ഞാലൊന്നും മദേഴ്സിന് അങ്ങനെ മിൽക്കിൻ്റെ ഇത് ഉണ്ടാവണം എന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഫർദർ ആയിട്ടുള്ള ലാക്ടോജനൊക്കെ ആണ് കുട്ടിക്ക് കൊടുത്തിരുന്നത് കേട്ടോ. എനിക്കതിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, കുട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതിൽ. കാരണം എനിക്ക് സെക്കൻഡ് ബേബി ആയ സമയത്ത് എന്താ പറയുക ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വീക്സ് വരെ മോന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് എന്താ പറയുക ഫീഡിങ് ഇല്ലാത്ത മദേഴ്സൊക്കെ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും അതൊരു പേടിയാണ്, അത് കൊടുക്കാൻ പാടുമോ, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ചിന്തയാണ് കേട്ടോ. സോ ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫീഡിങ് നടത്തണം. അപ്പോൾ അങ്ങനെ തന്നെയാണ് അത് മാറുള്ളൂ. അപ്പോൾ എനിക്ക് ആദ്യത്തിൽ അത് കുറവായത് കാരണം തന്നെ ഞാൻ എന്ത് കൊടുത്തിരുന്നു, ലാക്ടോജൻ കൊടുത്തിരുന്നു. ഡോക്ടറെ പെർമിഷനിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവർ എന്താ പറയുക ഫസ്റ്റ് ഒരു 2 ഡേയ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നോർമൽ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയിട്ട് ഫസ്റ്റത്തെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനത് വൈകിക്കാതെ തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് എന്താ പറയുക ലാക്ടോജനൊക്കെ കുട്ടിക്ക് കൊടുത്തിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ആ ഇൻഫെക്ഷൻ ചിലപ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഫീഡിംഗ് ഒക്കെ നോർമലായി. ശരിക്കും നമ്മൾ നോർമൽ ഫീഡിങ് തന്നെയാണ് കേട്ടോ കൊടുത്തിരുന്നത്. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട ഒരു ടൈമൊക്കെ ആണല്ലോ.
നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റണമെന്നില്ല, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ടോട്ടലി ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഞാനത് മൈൻഡ് കൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് എന്താ പറയുക ഒരു കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധം, അല്ലെങ്കിൽ ഇത്രയും രാത്രി ഉറങ്ങണം അങ്ങനെ ഒരു നിർബന്ധത്തിൽ ഞാൻ നിന്നിരുന്നില്ല. കാരണം എനിക്ക് രാവിലെ എണീറ്റ് ജോലിക്കൊന്നും പോകാനില്ല. 3 months ഞാൻ എന്തായാലും റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കാൻ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു വിഷമമൊന്നും എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉറക്കം കുറവാകുമ്പോൾ തന്നെ സ്ട്രെസ് വളരെ കൂടുന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമാവാട്ടോ. കാരണം രാത്രി കറക്റ്റായിട്ട് ഉറങ്ങുന്ന ആളുകൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു സ്ട്രെസ്സായി മാറും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഒരു വീട്ടിൽ ഒരുപാട് ആളുകളൊന്നും ഇല്ലാത്തത് കാരണം തന്നെ എന്താ പറയുക നമുക്ക് കുട്ടീനെ കൈമാറി എടുക്കാനൊന്നും ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒന്നെങ്കിൽ അമ്മമാർ നോക്കണം, അല്ലെങ്കിൽ അവരെ അമ്മമ്മമാർ നോക്കണം. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ 2 പേർക്കും അവരുടേതായ, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇരിക്കാനും ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും എനിക്ക് എന്താണ് വേറെ ജോലികളൊന്നുമില്ല, കുട്ടീനെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം കുട്ടിയുടെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത്. പിന്നെ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു ബാലൻസ്ഡ് ആയിട്ടാണ് പോയിരുന്നത്. എനിക്കിപ്പോൾ രാത്രി ഒരുപാടൊന്നും അങ്ങനെ ഉറക്കൊളച്ചിരിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാൻ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയിരുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ, കുട്ടി നീട്ടി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിലോ എന്നൊരു പേടിയുള്ളത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുള്ളൂ. പക്ഷെ എനിക്കത് എന്താണ് പിന്നെ രാവിലെ ആകുമ്പോഴാണ് എപ്പോൾ വേണമെങ്കിലും കിടന്ന് ഉറങ്ങാമല്ലോ. നമുക്ക് അങ്ങനെ തീരെ ഉറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ല. നമ്മൾ എന്തായാലും 3 months റെസ്റ്റാണ്, നമുക്ക് എവിടെയും പോകാനില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാമെന്നുള്ളതാണ്. അപ്പം ഞാനതൊരു സ്ട്രെസ്സായിട്ട് എടുത്തില്ല. പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ആയിരുന്നു. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല, വിചാരിച്ച പോലെ വിചാരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മനസ്സിൽ ഓൾറെഡി ഉള്ളത് കാരണം തന്നെ എനിക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമ്മൾ മാക്സിമം എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു 3 മാസം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടെൻഷനല്ലേ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ വേണം നോക്കി കാണാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 3 months നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സിസേറിയൻ ആണോ നോർമൽ ഡെലിവറി ആണോ നല്ലത് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. രണ്ടിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിസേറിയൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്റ്റിച്ചിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് രണ്ടും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കുറച്ച് ദിവസം നമ്മൾ അത് സഫർ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഇതിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക തുടർച്ചയായിട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്ത്രീകളാണെങ്കിൽ അവരുടെ കുളികൾ, അതുപോലെ തന്നെ ഫുഡ്, അങ്ങനെയുള്ള കിടത്തം, ഇതിലൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എന്താ പറയുക നല്ല ഫുഡുകൾ കഴിക്കുന്നത് നല്ലതാണ്. നല്ല വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക നല്ല ഫുഡുകൾ കഴിക്കുക. ഒരുപാട് ചോറ് തന്നെ ഇങ്ങനെ കഴിക്കണം എന്ന് ഉള്ളതില്ല. അത് എനിക്ക് യോജിപ്പായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എന്താ പറയുക ചോറൊക്കെ കഴിച്ചിരുന്നു, അത് ഉച്ചയ്ക്ക് തന്നെ കഴിച്ചിരുന്നുള്ളൂ. പിന്നെ അതല്ലാതെ ആയുർവേദം ഒക്കെ ഉണ്ടല്ലോ, അതിൽ ലേഹ്യങ്ങൾ, അരിഷ്ടം അതൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ നന്നായിട്ട് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. തീരെ പഴയ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു അധികം വെള്ളം കുടിക്കാനൊന്നും പാടില്ല എന്നുള്ളത്. അതൊക്കെ വെറുതെയാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. പിന്നെ ഫുഡാണെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറേ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. അത് പഴയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ രീതി എന്ന് പറയുന്നത് നമുക്കറിയാലോ. അവർക്ക് അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഈ ഒരു 3 months ആണ് സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റൊക്കെ കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഫുഡൊക്കെ കിട്ടിയിരുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത്. അപ്പോൾ സ്ത്രീകൾക്ക് മാക്സിമം ആ ഒരു സമയത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് പണ്ടത്തെ കാലത്തെ ആളുകൾ ഉദ്ദേശിച്ചിരുന്നത്. അല്ലാതെ എന്താ പറയുക
ഇപ്പോഴത്തെ ആ രീതി നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പല ആളുകൾക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ അവർക്ക് കെയർ കിട്ടാത്ത ഒരു അവസ്ഥയൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താ പറയുക നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കേണ്ട ഇതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മെന്റലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അതിന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ്ലി വില്ലിങ് ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുളിയുടെ കാര്യം. അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മേത്തൊഴിച്ചാൽ പൊള്ളുന്ന അത്രയും ചൂടൊന്നും വേണ്ട, എന്നാലും കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ല സുഖമാണ് കേട്ടോ. നമുക്കത് എന്താ പറയുക കുളിക്കുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കത് ശരിക്കും നല്ല സുഖമായിട്ടാണ് തോന്നിയത്. അതായത് ഫസ്റ്റൊക്കെ നമുക്ക് ആ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒരു കൂടുതലാണല്ലോ എന്നൊരു തോന്നലുണ്ടെങ്കിലും കൂടിയിട്ട് പിന്നെ അതിങ്ങനെ നല്ല സുഖമായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ എനിക്ക് ആ കുളികളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനങ്ങനെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എണ്ണയും മഞ്ഞളും തേക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് തേക്കാം. അതിനൊന്നും എന്താ പറയുക, പക്ഷെ അത് തേച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സോപ്പ് തേച്ച് കഴുകി കളയുക. പണ്ടുള്ളവർ പറയുന്നത് അതൊന്നും അങ്ങനെ കഴുകി കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് എണ്ണയും മഞ്ഞളൊക്കെ യൂസ് ചെയ്തിരുന്നെങ്കിൽ കൂടി അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് കിടക്കാൻ തന്നെ പറ്റില്ല. പിന്നെ നമ്മളുടെ എന്താ പറയുക ഫീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ ഗ്യാസ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഏറ്റവും അമ്മമാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. എങ്ങനെ കുട്ടിയാലും കുട്ടിക്ക് ഗ്യാസ് പോവില്ല പാല് കുടിച്ചു കഴിഞ്ഞാൽ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക നമുക്ക് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബഫിങ് നടക്കുന്നതെന്ന് കാണാമല്ലോ. അപ്പോൾ ആ ഒരു ഇതന്നെ ഫോളോ ചെയ്തു പോയി. അതായത് നമ്മളിങ്ങനെ ഷോൾഡറിലോട്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി കയറ്റി കിടത്തിയിട്ട് ഇങ്ങനെ കൊട്ടി കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും കൊട്ടിയിട്ട് എനിക്ക് അത് എന്താ പറയുക കുട്ടിക്ക് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാലുമൊക്കെ കിടത്തിയിട്ട് നമ്മൾ ചെയ്ത് നോക്കി, അതും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ തോളിടുന്ന സമയത്ത് അത് ഗ്യാസ് ഇങ്ങനെ ബഫ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക അതാണ് അമ്മമാരിൽ കുറച്ചൊരു ടെൻഷനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഫീഡിംഗ് ഒക്കെ ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ എന്താ പറയുക കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ആ സമയത്ത് അമ്മമാർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡോക്ടറുടെ അടുത്ത് കാര്യം പറയാം. എന്നിട്ട് ഇപ്പോൾ എന്താ പറയുക നമുക്ക് കുട്ടിക്ക് കൊടുക്കാനുള്ളതായാലും അതുപോലെ നമുക്ക് കഴിക്കാനുള്ളതായാലും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കഴിക്കുക. അതുകൊണ്ടൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ധൈര്യത്തോടെ തന്നെ ചെയ്യുക. പിന്നെ ജനിച്ച ഒരു കുട്ടീനെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു 2 വീക്സോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കുട്ടി യൂറിൻ പാസ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നതായാലും ഒക്കെ കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് നല്ല പോലെ തന്നെ ആയി വരും. അതിന് നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ്. നമ്മൾ ടെൻഷൻ കുറയ്ക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരണം. അപ്പോൾ യൂറിൻ പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ കുട്ടി നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ വീർത്തിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് നോക്കുക. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഗ്യാസൊക്കെ തട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കുട്ടീനെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കുട്ടി ചേഞ്ചസ് ഇല്ലല്ലോ, അതായത് വേറെ സ്വാഭാവികമായിട്ടുള്ളതിനും വ്യത്യാസമായിട്ടുള്ള ഒന്നും ചേഞ്ചസ് ഇല്ലല്ലോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. പിന്നെ കുട്ടിയുടെ കുളിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് എന്താ പറയുക പൊക്കിൾക്കുടി വീണ് പോയതിന് ശേഷം കുളിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ പൊക്കിൾ ചെറുതായിട്ട് ഇങ്ങനെ ചിലരുടെ ഇങ്ങനെ വീർത്ത് വരുന്നത് കണ്ടിട്ടുണ്ട് കുട്ടികളിൽ. അപ്പോൾ മോളുടേന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക പൊക്കിൾ കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ മോൻ്റെ സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് കല്ലുപ്പ് പൊടിച്ചിട്ട് അതായത് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അത് ജസ്റ്റ് 1 or 2 ടൈംസ് ചെയ്തപ്പോൾ തന്നെ ആ പൊക്കിൾ കറക്റ്റ് ആയിട്ടോ അതിനുള്ള ഒരു നീർക്കെട്ടോ എന്തോ സംഭവം തോന്നുന്നു. അപ്പോൾ അത് ജസ്റ്റ് വെച്ചപ്പോൾ തന്നെ അതൊക്കെ മാറി പ്രോപ്പറായിട്ട് എന്താ പറയുക പൊക്കിൾ വന്നു കേട്ടോ. പിന്നെ പലരുടെ അടുത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയിട്ട്.
പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ എന്താ പറയുക, ഈ ഒരു സമയത്ത് ബേബി കെയർ, അതുപോലെ തന്നെ നമുക്ക് ഉറക്കം കിട്ടാത്ത അവസ്ഥ, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊന്നിനും പറ്റുന്നില്ല, പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ടെൻസ്ഡ് ആവുക. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സുകളൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക ഡിപ്രഷൻ സ്റ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഫാമിലി സപ്പോർട്ട്, അതൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലി സപ്പോർട്ട്, നമ്മളെ കെയർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു ഡിപ്രഷൻ വരുന്നത്. പക്ഷെ നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആവുക, നമ്മളൊരു അമ്മയാവുകയാണ്. അതിൽ നമ്മൾ എന്താണ് കെയർ ചെയ്യേണ്ടത് കുട്ടീനെയാണ്. ഇപ്പം നമ്മളുടെ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചില്ല എന്ന് വരും, അതിലൊന്നും നമ്മൾ തളരേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് തുറന്ന് പറയാം ആളുകളുടെ ഇന്നത് വേണം, ഇന്നത് ചെയ്യണം എന്നുള്ളത്. പിന്നെ പല ആളുകളും പലതരത്തിലാണ്, അവരുടെ സംസാരം നമുക്ക് ആവശ്യമുള്ളതേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ, ആവശ്യമില്ലാത്ത നമ്മൾ വേണ്ടാന്ന് വെക്കുക. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത് കുട്ടീനെയാണ്. അത് ശരിയാണ്. നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത വരുമ്പോൾ, എല്ലാവരും കുട്ടിയുടെ അടുത്തോട്ട് പോകുന്നു എന്നുള്ള ചിന്ത വരുമ്പോഴും, അതുപോലെ അങ്ങനത്തെയൊക്കെ നമ്മൾ എന്താ പറയുക ഫുൾ ഇതിൽ ആണല്ലോ എന്നുള്ള ചിന്തയൊക്കെയാണ് തോന്നുന്നു ഡിപ്രഷൻ എന്നുള്ള ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാർ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ പാരൻസിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു അമ്മയായിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കൊന്നും നമ്മൾ മനസ്സിൽ ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു ബേബിയിലോട്ട് നോക്കിയാൽ തന്നെ നമ്മളുടെ പകുതി ടെൻഷൻ മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ കരച്ചിൽ എന്ന് പറയുന്നത് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കും അവർ കരയുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ ഒരിക്കലും കരയില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒന്നുകിൽ വിശക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഗ്യാസിൻ്റെയോ അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഉറക്കം വരില്ല, അപ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയൊക്കെയാണ് എന്താ കാരണം എന്നുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം പ്രോപ്പറായിട്ട് പാല് കുടിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ അവരിങ്ങനെ കരയുന്നു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഫീഡിങ് നടക്കുന്നുണ്ടെങ്കിൽ കുട്ടി നോർമൽ ആയിരിക്കും, അതിൻ്റെ ഉറക്കവും ശരിയായിരിക്കും, എന്താ പറയുക കരച്ചിലും കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് എന്താ പറയുക പിന്നെ കുട്ടിക്ക് എന്താ പറയുക നമ്മൾ 6 മാസം ആയിട്ട് തന്നെയാണ് വേറെ ഫുഡുകൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വേറെ ഫുഡൊന്നും അതിൻ്റെ ഇടയിൽ കൊടുക്കരുത്. എന്താ പറയുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുന്നേയൊക്കെ കുട്ടിക്ക് 28 കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫുഡുകളൊക്കെ കൊടുത്തിരുന്നു. അതായത് പഴം അങ്ങനെയൊക്കെ പൊടി ഒക്കെ വിരകിയിട്ടൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് കുട്ടിയുടെ വയറായിക്കോട്ടെ അവരുടെ ഒരു ഹെൽത്തിന് നല്ലത് 6 മന്ത്സ് ആയതിനു ശേഷം ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. അപ്പോൾ ഫീഡിങ് നമ്മൾ എത്രത്തോളം നടത്താൻ പറ്റുമോ അത്രയും നടത്തുക എന്നുള്ളതാണ്. അത് കുട്ടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമുക്കും നല്ലത് തന്നെയാണ്. പിന്നെ ഏറ്റവും തമാശയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് കുറേ വിസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. പല വിസിറ്റേഴ്സും പല അഭിപ്രായങ്ങളും പറയും. ചിലപ്പോൾ കുട്ടീനെ പറ്റിയിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മളെ പറ്റിയിട്ടായിരിക്കും. ഈ രണ്ടെണ്ണമാണ് പറയുക. അതായത് ഒന്നുകിൽ കുട്ടി നിറയില്ലല്ലോ, വണ്ണമില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അമ്മമാരെ പറ്റിയിട്ട്, അമ്മമാർ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ കമൻറ്റുകളൊക്കെ നാച്ചുറലി വരും. അത് നമ്മൾ മനസ്സിലാക്കുക. അവരിങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്, ഓക്കെ അവർ പറഞ്ഞോട്ടെ, നമ്മൾ അതിന് വലിയ കാര്യമായിട്ടുള്ള റിപ്ലൈകളൊന്നും കൊടുക്കണ്ട, സാധാരണമായിട്ട് അത് എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ അതൊന്നും മനസ്സിലോട്ട് അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ചില നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ടാവും, അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യുക. അതെ, പിന്നെ നമുക്ക് ഫസ്റ്റ് കുഞ്ഞ് ചെറുതാവുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഉറക്കുമ്പോൾ ഒരുപാട് കുലുക്കിയിട്ട് ഉറക്കാതിരിക്കുക. അതായത് ചില ആളുകളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുട്ടീനെ അടുത്ത് ഇങ്ങനെ ആട്ടി ഉറക്കുന്നു. ശരിക്കും അത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് കുട്ടിയുടെ ഹെഡിന്, അതായത് അത് ഒരു ഷെയ്ക്ക് വരും, ഞാൻ ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലൊന്നും കുട്ടീനെ ഹാൻഡിൽ ചെയ്യരുത് കേട്ടോ. മെല്ലെ നമ്മൾ ബേബീനെ എപ്പോഴും വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. മെല്ലെ ആട്ടി ഉറക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇട്ട് കുലുക്കിയിട്ടല്ല, ജസ്റ്റ് നമ്മളൊന്ന് ആടുക എന്നല്ലാതെ കുട്ടീനെ പിടിച്ചിങ്ങനെ ആട്ടരുത്. അതുപോലെ തന്നെ നമ്മൾ നടത്തി ഉറക്കുക. ചില സമയത്ത് കുട്ടികൾ പാല് കുടിച്ചിട്ട് ഉറങ്ങായികയൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നടത്തി ഉറക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ മാക്സിമം
നല്ല പേഷ്യൻസ് വേണ്ട ഒരു പീരീഡാണ് കേട്ടോ ഈ പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ചില നേരത്ത് കുട്ടികൾ വാവിട്ട് കരയും, ചില നേരത്ത് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഉറങ്ങില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല പേഷ്യൻസ് വേണം. നമ്മൾ കുറച്ച് ടൈം കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. പിന്നെ നാച്ചുറലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവർക്ക് ഉറങ്ങേണ്ട ഒരു സമയമായ അവർ എന്തായാലും ഉറങ്ങും. അതുപോലെ തന്നെ അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ കരയും. അപ്പോൾ അതൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അമ്മമാർക്കായിരിക്കും കുട്ടികളെ കൂടുതലായിട്ട് അറിയുന്നത്. പിന്നെ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, എത്ര വലിയ സൗണ്ട് ഉണ്ടായാലും എണീക്കില്ല. ചില കുട്ടികൾ ചെറിയൊരു സൗണ്ട് ഉണ്ടായാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട്, അതായത് ഫാൻ ഓഫ് ചെയ്യാണ് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ സൗണ്ട്, അതുവരെ കേട്ടാൽ ഉണരുന്ന കുട്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ മോന് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെയായിരുന്നു, ചെറിയൊരു സൗണ്ട് കേട്ടാൽ എണീക്കും. ഇപ്പോൾ AC ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയി എന്ന് വിചാരിക്കുക, ആ ഒരു സെക്കൻഡ് മതി അവൻ എണീക്കാൻ, അവൻ വേഗം എണീക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. സോ ഈ പോസ്റ്റ്പാർട്ടം പീരീഡിൽ എനിക്ക് പറയാനുള്ളത്, ആസ് എ മദർ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കറേജസ് ആവേണ്ട ഒരു പീരീഡാണ്, ടൈമാണ് കേട്ടോ സമയം എന്ന് പറയുന്നത്. കുട്ടികളെ പറ്റിയിട്ടും അതുപോലെ നമ്മളെ പറ്റിയിട്ടൊക്കെ കുറേ ആളുകൾ കുറേ കമൻറ്റുകൾ പറയും. പക്ഷെ അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സമയത്ത് ബേബീനെ കെയർ ചെയ്യുക, നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ കുട്ടീനെ നന്നായിട്ട് കെയർ ചെയ്യുക. അപ്പം തന്നെ നമ്മൾ ഹാപ്പിയാണ്. കുട്ടി നന്നായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മമാർ ഹാപ്പി ആയിരിക്കും. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട, അങ്ങനത്തെ ഒന്നും ഒരു ആവശ്യമില്ല. എന്തിനാണത്? വളരെ കുറച്ച് കാലഘട്ടം, കുറച്ച് സമയമാണ് നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ആ ഒരു സമയം നമ്മൾ അത് എൻജോയ് ചെയ്യുക. കാരണം അവർ പെട്ടെന്ന് വളരും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് മിസ്സായി പോകും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ആ ഇരിക്കുന്ന സമയം നമ്മൾ ആ കുട്ടീനായിട്ട് സ്പെൻഡ് ചെയ്യുക. കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലല്ലോ, ഇന്ന ഫംഗ്ഷൻ മിസ്സായല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ബാക്കി, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ചിലതൊക്കെ മിസ്സാക്കേണ്ടി വരും. അത് എല്ലാവരുടെ ലൈഫിലും, അത് ഈ ഒരു സിറ്റുവേഷൻ അല്ല, ഏതൊരു സിറ്റുവേഷൻ ആയാലും ചില കാര്യങ്ങളൊക്കെ മിസ്സാവും നമുക്ക്. അതത്ര അങ്ങനെ എടുത്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും കിട്ടുക എന്നുള്ളത്. അപ്പോൾ അമ്മമാർ ടെൻഷനായി കഴിഞ്ഞാൽ കുട്ടികൾക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ട. അമ്മമാർ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കുക. അതാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മളുടേക്ക് നടക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും എന്നുള്ളത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുക. അല്ലാതെ ബാക്കിയുള്ളവരുടെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനൊന്നും വെച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നോർമൽ ഡെലിവറി നടന്നാൽ മാത്രമേ നല്ലൊരു അമ്മയാവൂ അങ്ങനെയൊന്നുമില്ല. സിസേറിയൻ ആയിക്കോട്ടെ, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, അമ്മമാരെന്നും അമ്മമാർ തന്നെയാണ്. അവരെ അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ്, പെയിൻ എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് എത്രത്തോളം ഒരാൾ പറഞ്ഞു കൊടുക്കാൻ നിന്നാലും അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവണമെന്നില്ല. സോ എന്തായിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, സിസേറിയൻ ആയിക്കോട്ടെ, അതൊക്കെ പെയിൻ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തളരാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബേബീനെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കുക. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണെങ്കിൽ എന്നെ ആർക്കും താഴ്ത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കില്ല, അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ കുട്ടിയുടെ ഒപ്പം നമ്മൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പോസ്റ്റ്പാർട്ടം പീരീഡാണ് ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ പോസ്റ്റ്പാർട്ടം പീരീഡിൽ തോന്നിയിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം പീരീഡിൽ കുറച്ച് അധികം വണ്ണം വെക്കാനൊക്കെ സാധ്യതയുണ്ട്. കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വയസ്സ് 1.5 വയസ്സാകുമ്പോൾ കുറയും. പിന്നെ നമുക്ക് ചിലപ്പോൾ ബോഡി ചേഞ്ചസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. അതിലൊന്നും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെയാണോ ഇരിക്കേണ്ടത് ആ രീതിയിലോട്ട് നമുക്ക് പിന്നെ മാറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു
കുറേ മരുന്നുകളൊക്കെ യൂസ് ചെയ്തവർക്ക് ബോഡി ഒരു എന്താ പറയുക നന്നായിട്ട് വണ്ണം വെക്കും. അവർക്കാണ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല എന്താ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ബെറ്റർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക, നിങ്ങൾക്ക് പഴയതുപോലെയൊക്കെ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് എന്താണ് ഈ ബോഡി ഷേമിംഗ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ അവർ ബോൾഡായിട്ട് നിൽക്കണം എന്നാണ്. കാരണം അവർ ആ ഒരു വെയിറ്റ് അങ്ങനെ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. അവർ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരവരുടെ ബോഡീനെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ് വേണ്ടത്. അപ്പോൾ എല്ലാ അമ്മമാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, കുട്ടീനെ ഹാപ്പി ആയിട്ട് വെക്കുക. നിങ്ങളുടെ സന്തോഷമാണ് കുട്ടികളിൽ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു. മേ ബി അടുത്ത വീഡിയോ ബേബി കെയർ ആയിരിക്കും കേട്ടോ. ബൈ.